ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. നിന്നെ ഈ ഡ്രസ്സിൽ കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. അയ്യോ, അതൊന്നും പറയേണ്ട കാര്യമില്ല. സ്വന്തമായി നല്ല ധാരണയുള്ള ആളാ. അതെന്താ അങ്ങനെ? എല്ലാത്തിനെ പറ്റിയും ഭയങ്കര ധാരണയെന്ന് പറയായിരുന്നു. അല്ല, കിരൺ ചേട്ടൻ എവിടെ? അകത്തുണ്ട്. നിങ്ങൾ വാ. അതെ, എന്താ ഡ്രൈവർ പയ്യ? ഈ മറ്റുള്ളവരുടെ മുന്നിൽ വെച്ച് മനുഷ്യനെ താത്തിക്കെട്ടുള്ള സംസാരം വേണ്ട. അതാ എനിക്കും പറയാനുള്ള. താഴെ നിന്നേ. പുറകിലൊരു വാല്. വാലോ? അതെ, വാല് കൂടെ പറപ്പാ, പക്ഷെ വേറൊരു വാല്. ഒന്ന് പോടൂ, മനുഷ്യനെ കളിയാക്കാതെ. അല്ല, സത്യം. തന്റെ വാല് ഞാനെടുത്ത് മാറ്റാം. തിരിഞ്ഞ് തിരിഞ്ഞ് തിരിഞ്ഞ്. ഇന്നാ ഇന്നാ വാല് പിടിച്ചോ. കാണിച്ചത് മണ്ടത്തരായി പോയി. ആ കിരണ്ട അടുത്ത് ഈ വാലും വെച്ചവള് പോണായിരുന്നു. വാ. വാ. മഹി, മഹി ഉണ്ടായിരുന്നല്ലേ? എന്താ ഞാൻ വന്നത് കിരണിന് ബുദ്ധിമുട്ടായോ? എന്ത് ബുദ്ധിമുട്ട്? ഇന്നത്തെ ദിവസം തിരക്കിലായതുകൊണ്ട് വരില്ല എന്ന് പറഞ്ഞില്ലേ, അതുകൊണ്ട് ചോദിച്ചെന്നേ ഉള്ളൂ. കുറച്ച് തിരക്കുണ്ടായിരുന്നു, അത് മാറ്റി വെച്ചു. താങ്ക്സ്. വെൽക്കം. ആഹാ, ഇത് വലിയ പരിപാടിയാണല്ലോ. അങ്ങനൊന്നുമില്ല, പിള്ളേരുടെ പാട്ടും ഡാൻസും ഒക്കെ, അത്രേ ഉള്ളൂ. ഓ, കിരൺ ചേട്ടൻ പാട്ട് പാടുവോ? പിന്നെ ഭയങ്കര പാട്ടാ, പക്ഷേ ഒറ്റക്കിരിക്കുമ്പോഴേ പാടൂ. അതുകൊണ്ട് ഇതുവരെ ആരും പാട്ട് കേട്ടിട്ടില്ല. അതാ ഞാൻ പറഞ്ഞത് പാടുവെന്ന്. അയ്യേ, ഇതിലെന്തോന്ന് ഇത്ര ചിരിക്കാൻ? എനിക്ക് പിന്നെ ഇന്ന് കിരൺ ചേട്ടന്റെ പാട്ട് കേട്ടിട്ടേ പോകുന്നുള്ളൂ. ചതിക്കല്ലേ മോളെ, എനിക്ക് ഈ പാട്ട് പാടുന്നവരെയൊക്കെ ഭയങ്കര ഇഷ്ടമാ. ഓ, ഞാൻ കൊച്ചിലെ പാട്ടൊക്കെ പഠിച്ചിട്ടുണ്ട്. ആഹാ, ആ സത്യമായിട്ടും ഭയങ്കര പാട്ടായിരുന്നു. സത്യമായാലും ഇല്ലെങ്കിലും തന്റെ പാട്ട് മറ്റൊരു ദിവസം കേൾക്കാം. ക്രിസ്മസ് ആഘോഷം താൻ ദുഃഖവെള്ളി ആക്കല്ലേ പ്ലീസ്. വീണ്ടും അപമാനം. ചിന്നുവിന് പാട്ടും ഡാൻസും ഒക്കെ അറിയില്ലേ? ഡാൻസ് അറിയാം. ഇയാളും വീട്ടിലെ റോബോട്ടും കൂടി മത്സരിച്ച ഡാൻസ് കളി. അവസാനം റോബോട്ട് ജയിക്കും. അമ്മാരി സ്റ്റെപ്പല്ലേ ഇയാളുടെ. നല്ല മനസുഖം.